ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഒരു കോളേജ് വ്ളോഗാണ്. അപ്പോൾ കോളേജ് പോകാൻ മാറ്റി നമുക്ക് കോളേജിൽ പോവാം. തന്നെ എൻ്റെ ഉമ്മ ചെടി നോക്കണ പരിപാടിയിലാണ്. എനിക്ക് തിന്നാനൊക്കെ തന്നിട്ട് എന്നെ ഒക്കെയാണ് പറയൂ. ഞാൻ കോളേജിൽ പോകുകയാണ്. ഹലോ ഗായ്സ് പറ, ഹലോ ഗായ്സ് പറ, ഹലോ ഗായ്സ് പറ, ഹലോ പറയലായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി. രശ്മിത, ഗായുധ ഞങ്ങളങ്ങനെ ക്ലാസ്സിലെത്തിയപ്പോൾ അഖില മിസ്സായിരുന്നു. അഖില മിസ്സ് പോയി. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത് ജിടെക് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഇതെടുക്കാൻ തന്നു. ഇതിൻ്റെ ഒരു ജൂനിയറാണ്. അവൾക്ക് വ്ളോഗിൽ വരുന്നത് ഭയങ്കരമായി അതിയായ ആഗ്രഹമായിരുന്നു. പിന്നെ ഇതാ ശിവ ഇല്ലെന്ന്. അങ്ങനെ ലാസ്റ്റ് സർപ്രൈസ് ആയിട്ടാണ് ഗൈസ് പപ്പ വന്നത്. ഡയറക്റ്റ് കോളേജിലേക്കാണ് വന്നത്. ആകെ സർപ്രൈസ് ആയിരുന്നു. ഫ്രണ്ട്സുകളുടെ മുന്നിലൊക്കെ ആകെ ചട്ടപ്പായിരുന്നു. വേറെ കാര്യം, ഡയറക്റ്റ് എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ സർപ്രൈസ് ആക്കാനാണ് വന്നത്. പപ്പ എപ്പോഴും സർപ്രൈസ് ആയിട്ടാണ് വരല്, എപ്പോഴും സർപ്രൈസ് അല്ലാണ്ട് വരലില്ല. ഇതേവരെ പറഞ്ഞിട്ട് വന്നിട്ടില്ല. ഇപ്രാവശ്യം മുടക്കാണ്ട് സർപ്രൈസ് ആയിട്ടാണ് ഇങ്ങനെ വന്നത്. ആദ്യം എന്നെ കാണാനാണ് വന്നത് ഗൈസ്. പിന്നെ താത്താനെ കാണാൻ വേണ്ടി പോയി. അവൾ സൂപ്പർ മാർക്കറ്റിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങോട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി. അവളും ഭയങ്കര സർപ്രൈസായി ഗൈസ്. അപ്പോൾ അങ്ങനെ അവളെ സർപ്രൈസ് ആക്കിയിട്ട് നേരെ ഞങ്ങൾ പോയത് വല്യപ്പാനും വല്യമ്മാനും കാണാനാണ്. സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഗൈസ്. മെല്ലെ മെല്ലെ പങ്കായിട്ട് പോകുന്നു. വെറുതെ വന്നു ആരാണ് ഓടുന്ന വല്യമ്മ? അങ്ങനെ 2 പെട്ടിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ബാഗുകളൊക്കെ ആയിരുന്നു. അതിൽ ഒരു പെട്ടിയിൽ ഇതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നു. അതിൽ ഞാനൊരു എയർപോർട്ട് അങ്ങ് പോക്കി ഗൈസ്. പിന്നെ അടുത്ത പെട്ടി പൊട്ടിക്കൽ ചടങ്ങായിരുന്നു. അതും ഞാൻ തന്നെയാണ് പൊട്ടിച്ചത്. അങ്ങനെ ഉമ്മ വന്നു, മൂത്താപ്പ വന്നു. പിന്നെ പെട്ടി പൊട്ടിക്കലങ്ങ് തുടങ്ങി. പെട്ടി പൊട്ടിക്കാനിരുന്നപ്പോഴാണ് ഗൈസ് ഞാൻ ഒരു നഗ്ന സത്യം മനസ്സിലാക്കിയത്. പെട്ടി പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിക്കുക ഗൈസ്. ഞാൻ പെട്ടി തല തിരിച്ചിട്ടാണ് ഗൈസ് പൊട്ടിച്ചത്. തല തിരിഞ്ഞിട്ട്. എന്നിട്ട് എന്താ കാട്ടിച്ചിട്ടാ, അത് അങ്ങോട്ട് മറിക്കാൻ കിട്ടില്ല, ഇങ്ങോട്ട് പൊളിക്കാൻ കിട്ടില്ല. അങ്ങനൊരു അവസ്ഥയായപ്പോൾ ഞങ്ങളൊക്കെ കൂടി അങ്ങോട്ട് കൊട്ടിയപ്പോൾ ഉണ്ടായത് എന്താ, പെൻസില്, പേന, സ്പ്രേ, ടോർച്ച്, വാസ്ലൈന്, ടൈഗർ ബാമ്പ് അങ്ങനത്തെ സാധനങ്ങൾ തന്നെയായിരുന്നു ഗൈസ് ഫുള്ളുണ്ടായിരുന്നത്. അതിൽ ഞാനൊരു ക്ലിപ്പും ഒരു ചേർപ്പും പൊക്കി. കഴിഞ്ഞു കഥ.